ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ബ്രിസ്റ്റണിൽ താമസിക്കുന്ന ചിത്രകാരനായ ഡേവിഡിനെയാണ് കാണിക്കുന്നത്. ആ രാത്രിയിലെ ശക്തമായ കൊടുങ്കാറ്റും പേമാരിയും കണ്ട് അവൻ്റെ ഭാര്യയായ സ്റ്റെഫാനിയും മകൻ ബില്ലിയും ഭയന്നു പോയിരുന്നു. പിറ്റേ ദിവസം രാവിലെ വീടിന് ചുറ്റുമുള്ള ധാരാളം വസ്തുക്കൾ നശിച്ചുപോയെന്ന് അവർ മനസ്സിലാക്കി. പരിശോധനകൾക്കിടെ അയൽക്കാരനായ ബ്രണ്ടൻ്റെ മരം തങ്ങളുടെ ബോട്ട് ഹൗസിനെ കേടുപാടുകൾ വരുത്തിയിരിക്കുന്നതായി ബില്ലി കണ്ടെത്തി. ബോട്ട് ഹൗസ് പരിശോധിക്കുന്നതിനിടെ തങ്ങളുടെ മുൻപിലുള്ള തടാകത്തിൻ്റെ മുകളിലായി ഒരു മൂടൽ മഞ്ഞ് രൂപപ്പെട്ടിരിക്കുന്നത് കുടുംബത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എതിർവശത്തുള്ള മലയിൽ നിന്നും അടുത്തേക്ക് വരുന്നതായി അവർക്ക് തോന്നിയിരുന്നെങ്കിലും അവരത് അത്ര കാര്യമായി എടുത്തില്ല. ബോട്ട് ഹൗസിന് ഇൻഷുറൻസ് ലഭിക്കാനായി ഡേവിഡ് അയൽക്കാരനായ ബ്രണ്ടൻ്റെ പക്കലേക്ക് ചെന്നു. അപ്പോഴാണ് ബ്രണ്ടൻ്റെ കാറും മരം വീണ് തകർന്ന കാര്യം ഡേവിഡ് മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെ ബില്ലിയുമായി പട്ടണത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു സഹായമായി അയാളെയും ഡേവിഡ് കൊണ്ടുപോയിരുന്നു. യാത്രാമധ്യേ സൈനിക വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന സംശയാസ്പദമായ കാഴ്ച അവർ കാണാനിടയായി. തലേ ദിവസം രാത്രിയിലുണ്ടായ വിനാശകരമായ കൊടുങ്കാറ്റിനെ തുടർന്ന് ധാരാളം ആളുകൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങുവാനായി സ്റ്റോറിലേക്ക് എത്തിയിരുന്നു. സൈനിക വാഹനങ്ങളും പോലീസ് വാഹനങ്ങളും ചീറിപ്പാഞ്ഞു പോകുന്ന സമയത്ത് അപകട സൂചനയായി സൈറണുകൾ അടിച്ചിരുന്നു. ഈ ഒരു സമയത്താണ് ഡാൻ മില്ലർ എന്നൊരു വൃദ്ധൻ ചോര പുരണ്ട മൂക്കുമായി കടയിലേക്ക് ഓടിക്കയറുന്നത്. മൂടൽമഞ്ഞിൽ എന്തുകൊണ്ടെന്ന് അയാൾ ആക്രോശിച്ചു. ഈ സമയത്തൊരു യുവാവ് പേടിച്ചരണ്ട് പുറത്തേക്ക് ഓടി. പിന്നീട് അയാളുടെ മരണവെപ്രാളത്തിലുള്ള അലർച്ച മാത്രമാണ് അവർക്ക് കേൾക്കാനായി സാധിച്ചത്. അല്പസമയത്തിനകം തന്നെ മൂടൽമഞ്ഞ് സ്റ്റോറിൻ്റെ മുൻപിലേക്കും എത്തിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു ഭൂകമ്പമുണ്ടായി. ഇത് സ്റ്റോറിലുണ്ടായിരുന്ന ആളുകളെയെല്ലാം പരിഭ്രാന്തിയിലാഴ്ത്തിയിരുന്നു. പേടിച്ച രണ്ടാളുകൾ സ്റ്റോറിൽ നിന്നും പുറത്തു പോകാൻ മടിച്ചു. ഈ സമയത്തൊരു സ്ത്രീ എൻ്റെ മക്കൾ വീട്ടിൽ തനിച്ചാണെന്നും എനിക്ക് അവരുടെ പക്കലേക്ക് പോകണമെന്നും ഏവരോടും പറയുകയാണ്. എൻ്റെ മകൾക്ക് 8 വയസ്സേ ഉള്ളുവെന്നും എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണമെന്നും ആ സ്ത്രീ ശാഠ്യം പിടിച്ചു. തൻ്റെ സഹായത്തിനായി ആരെങ്കിലും കൂടെ വരണമെന്ന് യുവതി കരഞ്ഞപേക്ഷിച്ചെങ്കിലും ആരും അതിനു തയ്യാറായില്ല. അങ്ങനെ ആ സ്ത്രീ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോവുകയും മൂടൽമഞ്ഞിൽ മറയുകയും ചെയ്തു. പിന്നീട് സ്റ്റോറിലുണ്ടായിരുന്ന ആളുകൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഈ സമയം ഡേവിഡ് തൻ്റെ മകനു വേണ്ടി അവിടെ ഒരു പുതപ്പ് അന്വേഷിക്കുകയായിരുന്നു. സ്റ്റോർ മാനേജറായ ഒല്ലിയുടെ നിർദ്ദേശപ്രകാരം അവൻ പിൻവാതിലിൻ്റെ പക്കലേക്ക് ചെന്നു. അപ്പോഴാണ് അവിടുത്തെ കേടായ ജനറേറ്റർ ഒരുപാട് പുക പുറംതള്ളുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനാൽ തന്നെ ഡേവിഡ് ആ ഒരു ജനറേറ്റർ ഓഫാക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഡേവിഡ് അവിടെ ഉണ്ടായിരുന്ന ഷട്ടറിൻ്റെ പുറകിൽ നിന്നും നിഗൂഢമാർന്ന ചില ശബ്ദങ്ങൾ കേൾക്കുന്നത്. ഈ നേരത്തെ ആ ഷട്ടറിൽ എന്തോ ഒന്ന് തട്ടുന്നുണ്ടായിരുന്നു. ഇക്കാര്യം ഡേവിഡ് സ്റ്റോറിലേക്ക് ചെന്ന് മറ്റുള്ളവരെ അറിയിച്ചെങ്കിലും അവരാരും അത് വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും അവർ കേടായ ജനറേറ്റർ ശരിയാക്കാനായി ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവർ അവിടെ ഉണ്ടായിരുന്ന പുക പുറത്തേക്ക് പോകാനായി ഷട്ടർ തുറക്കാനൊരുങ്ങി. ഡേവിഡ് അത് ചെയ്യരുതെന്ന് പറഞ്ഞതോടെ അവർ തമ്മിൽ തർക്കമുണ്ടായി. അങ്ങനെ ഡേവിഡിൻ്റെ വാക്കുകൾ മുഖവിലക്കെടുക്കാതെ അവർ ഗാരേജിൻ്റെ ഷട്ടർ തുറന്നു. പൊടുന്നനെ അവിടെ നിന്നിരുന്ന യുവാവിനെ പുറത്തുനിന്നും ഒരു ജീവി പിടികൂടുകയാണ്. ഡേവിഡും ഒല്ലിയും ചേർന്ന് ആ യുവാവിനെ രക്ഷിക്കാനായി ശ്രമിച്ചു. പക്ഷേ അവർക്കതിനു സാധിച്ചില്ല. നിഗൂഢമാർന്ന ആ ജീവി ആ യുവാവിനെ കൊലപ്പെടുത്തി. ഷട്ടർ അടയ്ക്കുന്ന സമയത്ത് ഡേവിഡ് ആ ജീവിയുടെ ടെൻഡക്കിൾസിൻ്റെ ഒരു ഭാഗം ഛേദിച്ച് മാറ്റിയിരുന്നു. കടയിലെ ബാക്കിയുള്ളവരോട് സത്യം പറയണോ വേണ്ടയോ എന്ന് അവർ ചർച്ച ചെയ്തു. തങ്ങളാരും ഇപ്പോൾ സുരക്ഷിതരല്ലെന്ന് ഡേവിഡും കൂട്ടരും ഭീതിയോടെ മനസ്സിലാക്കിയിരുന്നു. ഒടുവിലവർ കസ്റ്റമേഴ്സിനോടെല്ലാം കാര്യം പറഞ്ഞെങ്കിലും ആരും അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ബാക്കിയുള്ളവർ ഇതെല്ലാം ഒരു തമാശയാണെന്ന് കരുതി. അതോടെ അവർ സ്റ്റോർ ഉടമയെ കൂട്ടിക്കൊണ്ടുപോയി അവർ മുറിച്ചു മാറ്റിയിരുന്ന ടെൻഡക്കിൾസ് കാണിച്ചു കൊടുത്തു. സ്റ്റോർ ഉടമ കാര്യങ്ങൾ വിവരിച്ചതോടെ ആളുകൾക്കെല്ലാം അത് വിശ്വാസമായി. ഡേവിഡിൻ്റെയും ഒല്ലിയുടെയും നിർദ്ദേശപ്രകാരം ആളുകൾ കടയുടെ മുൻവശം അടയ്ക്കുകയാണ്. അവിടെയുണ്ടായിരുന്ന സുവിശേഷകയായ കാർമോഡി ഇത് ദൈവത്തിൻ്റെ ന്യായവിധി ദിവസമാണെന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ ആരംഭിച്ചു. അവളുടെ ഈ വാക്കുകൾ അവിടെയുണ്ടായിരുന്ന ഏവരെയും ഭീതിയിലാഴ്ത്തിയിരുന്നു. ഇത് കേട്ട് സഹിക്കാനാവാതെ അവിടെയുണ്ടായിരുന്നൊരു അധ്യാപിക ദേഷ്യത്തോടെ കാർമോഡിയെ അടിച്ചു. ഇനിയും അസംബന്ധങ്ങൾ വിളിച്ചു പറയരുതെന്നും പറഞ്ഞുകൊണ്ട് അധ്യാപിക അവളെ ശാസിച്ചു. ഡേവിഡ് പറയുന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനായി ബ്രണ്ടനും കൂടെയുള്ള കുറച്ച് പേരും ചേർന്ന് പുറത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഡേവിഡ് ബ്രണ്ടനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിച്ചു. പുറത്ത് കിടക്കുന്ന ട്രക്കിൽ ഷോട്ട് ഗൺ ഉണ്ടെന്നും താനത് എടുത്തുകൊണ്ട് വരാമെന്നും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഡേവിഡിനോട് പറഞ്ഞു. അയാളുടെ സുരക്ഷയ്ക്കായി അവർ ആ മനുഷ്യൻ്റെ അരയിൽ ഒരു കയർ കെട്ടി.
ഇതൊന്നും വകവയ്ക്കാതെ ബ്രണ്ടൻ ഉൾപ്പെടെ കുറച്ചുപേർ അവിടെ നിന്നും പുറത്തേക്ക് പോവുകയും മൂടൽമഞ്ഞിൽ മറയുകയും ചെയ്തിരുന്നു. ആയുധമെടുക്കാൻ പോയിരുന്ന യുവാവിൻ്റെ ദേഹത്ത് കെട്ടിയിരുന്ന കയർ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ലൂസായി. പൊടുന്നനെ ആ കയർ ആരോ ശക്തമായി വലിക്കാൻ ആരംഭിച്ചു. ഡേവിഡ് ഉൾപ്പെടെയുള്ള ഏവരും ചേർന്ന് കയർ അകത്തേക്ക് വലിക്കുകയാണ്. അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കയറിൽ പറ്റിയിരുന്ന ആ യുവാവിൻ്റെ രക്തക്കറ കാണുന്നത്. ആ കയർ അകത്തേക്ക് വലിച്ചവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഛേദിച്ചു മാറ്റപ്പെട്ട നിലയിലുള്ള ആ യുവാവിൻ്റെ അരയ്ക്ക് താഴെയുള്ള ശരീരഭാഗമായിരുന്നു ആ കയറിൻ്റെ അഗ്രഭാഗത്ത് ഉണ്ടായിരുന്നത്. ഈ ഒരു ദാരുണമായ കാഴ്ച കണ്ട് ഏവരും ഭയന്നു വിറച്ചു. ഇതോടുകൂടി ഡേവിഡ് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം എത്രത്തോളം ഭയാനകമാണെന്ന് ഏവർക്കും ബോധ്യമായി. വിളക്കുകൾ നികൃഷ്ടജീവികളെ അകറ്റി നിർത്തും എന്നുള്ള വിചാരം മൂലം ചിലർ രാത്രിയിൽ ആ ഒരു ഷോപ്പ് മുഴുവൻ ലൈറ്റുകളും വിളക്കുകളും സ്ഥാപിച്ചു. നിർഭാഗ്യവശാൽ അത് ഭീമാകായികളായ പ്രാണികളെ കടയിലേക്ക് ആകർഷിക്കാൻ കാരണമായി. പ്രാണികൾ കടയിലെ ചില്ലു ഗ്ലാസിലേക്ക് ആഞ്ഞടിക്കുകയും അത് തകർത്ത് ഷോപ്പിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പരിഭ്രാന്തിയിലായ ആളുകൾ ഭയന്നുറച്ച് ചിതറിയോടി. കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ ആ ജീവികളുമായി പോരാടി. ഈ സമയത്ത് ഷോപ്പിലെ ക്ലർക്കായ സാലിയുടെ കഴുത്തിൽ ഒരു ജീവി കടിച്ചിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ചിലരെയെല്ലാം ആ ജീവികൾ കൊലപ്പെടുത്തി. ആ ജീവികളെ തീയിട്ട് കൊല്ലാനുള്ള ശ്രമത്തിനിടെ ഒരാൾക്ക് തീപ്പൊള്ളലേറ്റു. സാലിയുടെ മരണം അവിടെയുണ്ടായിരുന്ന അവരുടെ കാമുകനായ പട്ടാളക്കാരനെ അഗാധമായ വിഷമത്തിലാഴ്ത്തി. ഈ സമയത്ത് കാർമോടിക്ക് നേരെയും ഒരു ജീവി പാഞ്ഞെടുത്തിരുന്നു. ഇത് കണ്ട് കാർമോടി പ്രാർത്ഥനയിൽ മുഴുകി. ഭാഗ്യവശാൽ ആ ജീവി കാർമോടിയെ ഉപദ്രവിച്ചിരുന്നില്ല. അതോടുകൂടി കാർമോടിയുടെയും അത് കണ്ടു നിന്നവരുടെയും വിശ്വാസവും ഭക്തിയും വർദ്ധിച്ചു. ഈ സമയത്തൊരു ജീവി വില്ലിയെ ആക്രമിക്കാനൊരുങ്ങി. ഇത് കണ്ട് ഡേവിഡ് വില്ലിയെ പിടിച്ചു മാറ്റുകയും ഒല്ലി ആ ജീവിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനായി ഡേവിഡിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം തൊട്ടടുത്തായി ഉണ്ടായിരുന്ന ഫാർമസിയിലേക്ക് പോവുകയാണ്. അവിടം നിശബ്ദമായിരുന്നു. തങ്ങൾ സുരക്ഷിതരാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ഈ ഒരു സമയത്താണ് അവർ അവിടെ ബ്രണ്ടൻ്റെ കൂടെ പോയിരുന്നവരുടെ മൃതശരീരങ്ങൾ ഭീതിയോടെ കാണാനിടയാവുന്നത്. അവിടെ ഉണ്ടായിരുന്ന ചിലന്തികൾ തങ്ങളുടെ മുട്ടകൾ വിരിയിച്ചെടുക്കാനായി അവിടെ ഉണ്ടായിരുന്ന മൃതശരീരങ്ങൾ ഉപയോഗിക്കുകയാണ്. അവിടെ മൃതപ്രാണനായി ചിലന്തി വലയിൽ കുടുങ്ങിയ നിലയിൽ ബ്രണ്ടനും ഉണ്ടായിരുന്നു. താമസിയാതെ തന്നെ മരിച്ചു വീണ ബ്രണ്ടൻ്റെ ശരീരത്തിൽ നിന്നും അനേകം ചിലന്തി കുഞ്ഞുങ്ങൾ പുറത്തു ചാടി. ഉടനെ ഭീമാകായികളായ ചിലന്തികൾ അവർക്കു നേരെ ചാടി വീഴുകയാണ്. കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ തങ്ങളുടെ ആസിഡ് പവറുള്ള വലകൾ ഉപയോഗിച്ച് ചിലന്തികൾ മുറിവേൽപ്പിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന വൃദ്ധ കയ്യിലുണ്ടായിരുന്ന ഉപകരണം ഉപയോഗിച്ച് ചിലന്തികളെ ചുട്ടരിച്ചു. ഒരു വിധത്തിൽ ചിലന്തികളുമായി പോരാടിക്കൊണ്ട് അവർ എക്സിറ്റ് ഡോറിൻ്റെ അരികിലേക്കെത്തി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഭീമൻ ചിലന്തി അവരെ ഉപദ്രവിക്കാനൊരുങ്ങി. അതോടെ കയ്യിൽ കരുതിയിരുന്ന കുന്തം ഉപയോഗിച്ച് അവരാ ചിലന്തിയെ കുത്തിക്കൊലപ്പെടുത്തി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്ന യുവാവിൻ്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ സ്റ്റോറിലേക്ക് ഓടി. അങ്ങനെ പരാജിതരായി സംഘം സ്റ്റോറിലേക്ക് മടങ്ങിയെത്തുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കാർമോടി ഈ ഒരു അവസരത്തെ മുതലെടുക്കുകയാണ്. താൻ പറഞ്ഞിരുന്നതുപോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നും ദൈവകോപത്തിൽ ഉൾപ്പെടാതിരിക്കാനായി തൻ്റെ കൂടെ നിൽക്കണമെന്നും കാർമോടി ആഹ്വാനം ചെയ്തു. അങ്ങനെ അവിടെയുണ്ടായിരുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും കാർമോഡിയോടൊപ്പം അവളുടെ പ്രാർത്ഥനകളിൽ പങ്കുചേരാൻ ആരംഭിച്ചു. പിന്നീട് ഡേവിഡും കൂട്ടരും അവിടെ ഉണ്ടായിരുന്ന സൈനികരിൽ 2 പേർ ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തുകയാണ്. തങ്ങൾ ചെയ്തിരുന്ന പ്രവൃത്തിയുടെ കുറ്റബോധം മൂലമായിരുന്നു ആ സൈനികരുടെ ആത്മഹത്യ. അതോടുകൂടി സൈന്യത്തിലതിൽ പങ്കുണ്ടെന്നുള്ള ഡേവിഡിൻ്റെ സംശയം ശക്തമായി. അതോടെ ഡേവിഡ് കൂട്ടത്തിലുണ്ടായിരുന്ന 3ാമത്തെ സൈനികനെ ചോദ്യം ചെയ്യുകയാണ്. പുതിയ ജീവജാലങ്ങളെ കണ്ടെത്താനായി സർക്കാർ ഒരു പരീക്ഷണം നടത്തിയിരുന്നുവെന്ന് ആ സൈനികൻ വെളിപ്പെടുത്തി. അബദ്ധവശാൽ ആ ജീവികൾ ഇവിടേക്ക് വരാൻ കാരണമായെന്നും സൈനികൻ ഡേവിഡിനോട് വെളിപ്പെടുത്തി. ദേഷ്യത്തോടെ കാർമോഡിയുടെ അനുയായികൾ ആ സൈനികനെ കുത്തി പരിക്കേൽപ്പിച്ചു. അവർ ആ സൈനികനെ ഒരു യാഗമായി അർപ്പിക്കാൻ തീരുമാനിച്ചു. ശേഷം അവർ ഭീകരജീവികൾക്ക് ഭക്ഷിക്കാനായി ആ സൈനികനെ ഷോപ്പിൽ നിന്നും പുറത്തേക്കെറിഞ്ഞു. താമസിയാതെ തന്നെ ഭീമാകാരനായ ഒരു പ്രാണി ആ ഒരു പട്ടാളക്കാരനെ വിഴുങ്ങി. ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ട് ഡേവിഡിൻ്റെ മകനായ ബില്ലി പൊട്ടിക്കരഞ്ഞു. പിറ്റേന്ന് രാവിലെ ഡേവിഡും അമ്മാൻ്റെയും ഉൾപ്പെടെയുള്ള കുറച്ചു പേർ ബില്ലിയെയും കൂട്ടി ആ ഷോപ്പിൽ നിന്നും രക്ഷപ്പെടാമെന്ന് തീരുമാനിക്കുകയാണ്. ഏവരും ഉറങ്ങുന്ന സമയത്ത് അവർ മുൻവാതിലിലേക്ക് പോകാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു കാഴ്ച കാർമോടി കാണാനിടയായി. ഭീകരജീവികൾക്ക് ബലി കൊടുക്കാനായി ബില്ലിയെ തനിക്ക് വേണമെന്ന് അവൾ ഡേവിഡിനോട് പറഞ്ഞു. അതോടെ ഡേവിഡ് ബില്ലിക്ക് വേണ്ടി അവരുമായി പോരാടുകയാണ്.
അങ്ങനെ അവിടെ ഒരു സംഘർഷം അരങ്ങേറിയതോടെ ഒല്ലി കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് കാർമോഡിക്ക് നേരെ വെടിയുതിർത്തു. കാർമോഡി കൊല്ലപ്പെട്ടതോടെ അവളുടെ അനുയായികൾ പരിഭ്രാന്തിയിലായി. യുദ്ധത്തക്കത്തിന് ഡേവിഡും കൂട്ടരും സ്റ്റോറിൽ നിന്നും പുറത്തു കടക്കുകയാണ്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഒല്ലിയെയും കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു യുവാവിനെയും ഭീകരജീവികൾ കൊലപ്പെടുത്തി. ഇത് കണ്ട് ഭീതിയോടെ ഡേവിഡിനോടൊപ്പം ഉണ്ടായിരുന്ന യുവാവ് സ്റ്റോറിലേക്ക് തിരിഞ്ഞോടി. ഭാഗ്യവശാൽ ഡേവിഡും അമാൻഡയും ബില്ലിയും അടക്കം 5 പേർക്ക് വാഹനത്തിനകത്തേക്ക് കയറിപ്പറ്റുവാനായി സാധിച്ചു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവാവ് കൂട്ടം തെറ്റിപ്പോയിരുന്നു. അയാളെയും ഭീകരജീവികൾ കൊലപ്പെടുത്തി. ഈ നേരത്താണ് ഡേവിഡ് വാഹനത്തിൻ്റെ മുകളിൽ വീണു കിടന്നിരുന്ന ഒല്ലിയുടെ തോക്ക് കാണുന്നത്. ഭാഗ്യവശാൽ ഭീകരജീവിയുടെ കയ്യിൽപ്പെടാതെ ഡേവിഡിനെ ആ തോക്ക് കൈവശപ്പെടുത്താനായി സാധിച്ചിരുന്നു. ശേഷം അവർ അവിടെ നിന്നും ഡേവിഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ അവൻ ദാരുണമായി മരണപ്പെട്ട നിലയിൽ ഭാര്യയായ സ്റ്റെഫാനിയുടെ മൃതശരീരം കാണുകയാണ്. വിഷമത്തോടെ ഡേവിഡ് ആ ഒരു പട്ടണം വിട്ട് രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. പോകുന്ന വഴിയിൽ അവർ 6 കാലുകളുള്ള ഭീമാകാരിയായ ഒരു ജീവിയെ കാണാനിടയായി. ഏറെ നേരം പിന്നെയും അവർ ഡ്രൈവ് ചെയ്തു. അതോടെ ഡേവിഡിൻ്റെ വാഹനം ഇന്ധനം തീർന്ന് നിന്നു പോവുകയാണ്. ചുറ്റിലും നിന്ന് ഭീമാകാരമായ അലർച്ചകൾ കേട്ടിരുന്നത് അവരെ പരിഭ്രാന്തിയിലാഴ്ത്തി. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് അവർ ഭീതിയോടെ മനസ്സിലാക്കി. ഭീകരജീവികളുടെ കൈകളാൽ ക്രൂരമായി കൊല്ലപ്പെടുന്നതിലും നല്ലത് ആത്മഹത്യയാണെന്ന് അവർ കണക്കുകൂട്ടി. അങ്ങനെ ആത്മഹത്യ ചെയ്യാനായി ഡേവിഡ് തോക്ക് കയ്യിലെടുത്തു. ബില്ലിയടക്കം അവർ 5 പേരുണ്ട്. ആ തോക്കിൽ ആകെ 4 വെടിയുണ്ടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേദന ഒഴിവാക്കാൻ മറ്റു 4 പേരെയും വെടിവെച്ചു കൊല്ലാമെന്നും തനിക്ക് ഭീകരജീവികളുടെ കൈകളാൽ മരണം വരിക്കാമെന്നും അവൻ കണക്കുകൂട്ടി. അങ്ങനെ ഡേവിഡ് ബില്ലിക്ക് നേരെ തോക്കു ചൂണ്ടി. ഉറങ്ങുകയായിരുന്ന ബില്ലി ഈ സമയത്ത് ഉണർന്നിരുന്നു. അങ്ങനെ ഡേവിഡ് ബില്ലിയും അമാൻഡയും അടക്കം വാഹനത്തിലുണ്ടായിരുന്ന 4 പേരെയും വെടിവെച്ച് കൊലപ്പെടുത്തി. പിന്നീട് ഡേവിഡ് മരണമേറ്റുവാങ്ങാനായി വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ സമയത്താണ് ഡേവിഡ് മൂടൽമഞ്ഞിലൂടെ സൈനിക വാഹനം മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നത്. സൈന്യം ആ ജീവികളെ ഉന്മൂലനം ചെയ്ത് ക്രമസമാധാന നില വീണ്ടെടുക്കുകയാണ്. ഈ നേരത്താണ് അവൻ സൈന്യം രക്ഷപ്പെടുത്തിയിരുന്ന തനിക്കൊപ്പം സ്റ്റോറിലുണ്ടായിരുന്ന ആളുകളെ കാണുന്നത്. അക്കൂട്ടത്തിൽ തൻ്റെ മക്കളെ രക്ഷിക്കാനായി സ്റ്റോറിൽ നിന്നും പുറത്തിറങ്ങിയിരുന്ന ആ ഒരു യുവതിയും ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഡേവിഡ് പൊട്ടിക്കരഞ്ഞു. കാരണം അവൻ തൻ്റെ മകനെയും അതിജീവിച്ച ബാക്കി 3 പേരെയും കൊലപ്പെടുത്തിയിരുന്നു. കുറ്റബോധത്താൽ ഡേവിഡ് അലറിക്കരയുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.